ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് യൂറോപ്പിലെ. ബൈ, ലാ മെയ്സൺ സൂസെ. വാസ്തവത്തിൽ സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നത് മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. റൈൻ ഫോൾസ്, അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിൽ റെയിൻ ഫോൾസ്. സ്വിസ് കാന്റൺ സൂറിച്ചിനടുത്താണിത്. സ്വിറ്റ്സർലൻഡിലെ റൈൻ റിവറാണ് ഈ വാട്ടർഫോൾസിൻ്റെ ട്രിബ്യൂട്ടറി. റെയിൻ ഫോൾസിൻ്റെ മനോഹാരിത ഒന്ന് ആസ്വദിച്ചോളൂ. ഇതാണ് റൈൻ ഫോൾസ് അല്ലെങ്കിൽ റെയിൻഫോൾ. എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള തിരക്കിലാണ്. റൈൻ നദിയുടെ കരയിൽ കാണുന്നത് ലോഫൻ കാസിലാണ്. 9th സെഞ്ച്വറി ബിൽറ്റാണത്. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. യൂറോപ്പിലെ പല കവികളെയും ചിത്രകാരന്മാരെയും സ്വാധീനിച്ചിട്ടുള്ള ഒരു സുന്ദരിയാണ് ഈ വാട്ടർഫോൾസ്. ഇനി ഒരു സ്പാനിഷ് യുവാവുമായിട്ട് ചങ്ങാത്തം കൂടുന്നത് കണ്ടു. Only Spanish. I understand. Understand. Then. Good to see you. ഇനി പോകുന്നത് സെൻട്രൽ സ്വിറ്റ്സർലൻഡിലെ മനോഹരമായൊരു സിറ്റിയിലേക്കാണ്, ലൂസൺ. സമയമുണ്ട്, കുറച്ച് കലാപരിപാടികളാവാം. മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം, മറക്കുവാൻ പറയാ എന്തെളുപ്പം. നിത്യജീവനകിടും ദൈവം, അതാവിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങീ തിരുവിതൻ ഭൂമിയിൽ എന്നെന്നും പിറമേറിടേണമേ. ഇവളയും വാങ്ങിടുവാൻ കൺമഷിയും കുങ്കുമവും തരുവാൻ പോലെ ഞാൻ കാക്ക കനവായി മാറിട
പകൽ പോലെ വിരലുമ്മയിൽ പാട്ടുകാരൻ ഗാനലോല വീജികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി ഞാൻ ഓ ദുനിയാ കേ രഖവാലേ सुन दर्द भरे मेरे नाले सुन दर्द भरे मेरे नाले आशन आश की दो रंगों से दुनिया उन्हें सजाई Ruiz നദിയാണ് സിറ്റി എത്തി. ആൻഡ് ഓഫ് ദ റൈറ്റ് സൈഡ് ഇറ്റ്സ് എ ലേക്ക് ലൂയിസ്. സോ അതിന്റെ ഒരു എന്താ പറയുക ഒരു ഗോപുരം പോലെ കണ്ടു. അത് പണ്ട് കാലത്ത് ഇറ്റ് യൂസ് ടു ബി എ ടോർച്ചർ ചേംബർ ഫോർ ദി പ്രിസണേഴ്സ്. ഇപ്പൊ അതൊരു വാട്ടർ ടാങ്ക് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ തൊട്ടപ്പുറത്താണ് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് വന്ന് നടന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ബ്രിഡ്ജൊക്കെ കാണുമ്പോൾ റോഡ് എവിടെയും പോണമെന്നില്ല, വെറുതെ നിന്നാ മതി ഈ ആൽപ്സ് നോക്കി. ഫാബുലസ്. ആൽപ്സിന്റെ സൗന്ദര്യം മാത്രമല്ല ലുസേൺ സിറ്റിയുടെ പ്രത്യേകത. മെഡീവൽ ആർക്കിടെക്ചർ വളരെ നന്നായി സംരക്ഷിക്കുന്ന ഒരു സിറ്റി കൂടിയാണിത്. ഏറ്റവും നല്ല എക്സാമ്പിള് ഈ കാണുന്ന വുഡൻ ചാപ്പൽ ബ്രിഡ്ജാണ്. 1333 പണിതിട്ടുള്ള ഈ ബ്രിഡ്ജ് ലോകത്തിലെ ഓൾഡസ്റ്റ് കവേർഡ് ബ്രിഡ്ജാണ്. ലുസേണിനെ സുന്ദരിയാക്കുന്ന റിയൂസ് നദിക്ക് കുറുകെ ഒരുപാട് ബ്രിഡ്ജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. (1993) ഒരു ഫയറിൽ ഈ ബ്രിഡ്ജിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അത്രേ. പിന്നീട് അതിന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃത്യമായി മെയിൻ്റനൻസും അവർ ചെയ്യും. ശരിക്കും ഒരു പുരാതന നഗരം പോലുണ്ട് ചില ഭാഗങ്ങളിൽ. ഇനി കുറച്ച് ഷോപ്പിംഗ്. ഒരു മോണുമെൻ്റ് കാണാനുണ്ട്. എല്ലാവരും വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സ്വിറ്റ്സർലൻഡിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ഗൈഡിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു സ്വിസ് ബാങ്ക് കാണണമെന്ന്. നമ്മുടെ നാട്ടിലെ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം അവരുടെ പണം വളരെ സേഫായിട്ട് ഇടുന്നത് സ്വിസ് ബാങ്കിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു സ്വിസ് ബാങ്ക് കണ്ടോളൂ. ക്രെഡിറ്റ് സൂസെ 50,000-ലധികം ജോലിക്കാരുള്ള വലിയ ആസ്തിയുള്ള ഒരു സ്വിസ് ബാങ്ക്.
ഇനി ഒരു വാർ മെമ്മോറിയലാണ്, ലയൺ മോണുമെൻ്റ് ഓഫ് എ ഡൈയിങ് ലയൺ. ലുസേൺ സിറ്റിയിൽ തന്നെ ഒരു ചെറിയ പാർക്കിലാണിതുള്ളത്. ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത് വീരചരമം അടഞ്ഞ സ്വിസ് ഗാർഡ്സ് 760 സ്വിസ് ഗാർഡ്സിൻ്റെയും പരിക്കേറ്റ 300-ലധികം സോൾജിയേഴ്സിൻ്റെയും മെമ്മോറിയലായിട്ട് പണിതിട്ടുള്ളതാണിത് 1821. ഒരു സിംഗിൾ പീസ് ഓഫ് സ്റ്റോണിലാണ് ഇത് കൊത്തിവെച്ചിട്ടുള്ളത്. മുതുകത്ത് മുറിവേറ്റ് മരിക്കാൻ കിടക്കുന്ന ഒരു സിംഹം. പ്രശസ്ത എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ ഇതിനെ വിശേഷിപ്പിച്ചത് ദ മോസ്റ്റ് മോൺഫുൾ ആൻഡ് മൂവിങ് പീസ് ഓഫ് സ്റ്റോൺ എന്നാണ്. ബ്യൂട്ടിഫുൾ സിറ്റി, പറയാതെ വയ്യ. ലേക്ക് ലുസേണിൻ്റെ ഭംഗി കൂടി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ലൂസൺ സിറ്റി വിടുകയാണ്. ലിക്ടൻസ്റ്റീൻ എന്ന ചെറിയൊരു കൺട്രിയുടെ ക്യാപിറ്റൽ വാദൂസിലെ സിറ്റി ടൂറോട് കൂടിയിട്ട് ഞങ്ങളുടെ യൂറോപ്യൻ പര്യടനം അവസാനിക്കുകയാണ്. ഇനി ലഞ്ച്, അതിനുശേഷം റിട്ടേൺ ഫ്ലൈറ്റിന് വേണ്ടി മ്യൂണിച്ച് എയർപോർട്ടിലേക്ക്. അതിനു മുൻപ് ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്, കണ്ടോളൂ. Time to travel with you. Yes. Thank you very much, Captain. ഇത് മതി. Captain, thank you so much Thank you, you. for all your care and help. A kind public. ഗൈഡ് റിദുലിനെ ഓണർ ചെയ്യുന്നത് ഞങ്ങളുടെ മമ്മി ലേഡിയായ മിസ്സസ് സൈനബ ബീവി. എന്തെങ്കിലും പറയേ? ഒരു മെസ്സേജ് അയച്ചിട്ട് ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചത്. അപ്പൊ ഞാൻ എന്റെ മോളെ കമ്പനി ചെയ്ത് മോള് വരുന്നത് പറഞ്ഞപ്പോ ചേട്ടന്റെ മോൾ പോകും, സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ 5 പേരായപ്പോ എനിക്ക് കുറെ സപ്പോർട്ടായി. എനിക്ക് അവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഈ ടൂറ് കഴിഞ്ഞ് വീട്ടിലെത്തണമെന്നുള്ള വിചാരം. 3 ദിവസം വിളിക്കും, എന്നിട്ട് പറയും മാനേജറെ ഞാൻ വേണമെങ്കിൽ വിളിക്കാം, എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യിപ്പിക്കാതെ
7 രാജ്യങ്ങളിലൂടെ കടന്നുപോയ ഈ 9 ദിവസങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും മോസ്റ്റ് മെമ്മറബിൾ തന്നെയായിരിക്കും. പുതിയ ജനങ്ങൾ, പുതിയ സംസ്കാരം, പുതിയ ഭക്ഷണം, അങ്ങനെ പലതും. എനിക്ക് പേഴ്സണലി സ്വിറ്റ്സർലൻഡ് കാണുക എന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കണ്ടപ്പോൾ വീണ്ടും വരണമെന്ന് തീർച്ചയായും തോന്നുന്നുണ്ട്. എല്ലാവരും 76-കാരിയായ ഞങ്ങളുടെ മമ്മി ലേഡി മുതൽ 7 വയസ്സുകാരിയായ ബേബി തന്വി വരെ ഒരുപോലെ എൻജോയ് ചെയ്ത ദിവസങ്ങളായിരുന്നു ഈ കടന്നുപോയത്. മ്യൂണിച്ചിൽ നിന്നും രാത്രി 10:30-ക്കാണ് ഫ്ലൈറ്റ് ടൈം. വെളുപ്പിന് ലോക്കൽ ടൈം 6:30-ക്ക് മസ്കറ്റ് എയർപോർട്ട്. അവിടെ കുറച്ച് ലേ ഓവറിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ട് കൊച്ചി എയർപോർട്ട്. ഇതാണ് ഷെഡ്യൂൾ. കൊച്ചി എയർപോർട്ട് എത്തി. It was really a wonderful trip under your guidance. Thank you. എല്ലാവരും ഇനി അവരവരുടെ ലോകത്തേക്ക്. ബൈ ബൈ.